ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതും ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് നല്ല കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഐബ്രോസ് വന്നിട്ട് കുറച്ച് മെസ്സി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ബേബി ഹെയർസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫേഷ്യൽ റൈസറാണ് എടുക്കുന്നത്. ഇത് ടിങ്കിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫേഷ്യറൈസറാണ്. നല്ല മൂർച്ച കൊണ്ട് കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഒരെണ്ണം യൂസ് ചെയ്തത് തന്നെ. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. അറിയാവുന്നവർ മാത്രം ഫേഷ്യറൈസർ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ക്ലീൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോസ് നല്ല ക്ലീൻ ആണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ബേബി ഹെയർസൊക്കെ വന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹെയർസ് എല്ലാം റിമൂവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഫുള്ളും ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു ഫേഷ്യൽ റൈസർ വന്നിട്ട് നമ്മുടെ സാധാ ഫാൻസി ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫേഷ്യൽ റൈസറാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഫേഷ്യറൈസർ വന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ ആ ഒരു നമ്മുടെ സ്റ്റാർട്ടിങ് പോർഷനിൽ വന്നിട്ട് കുറച്ച് ഹെയർസ് ഇങ്ങനെ നിൽപ്പുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ്. ഇത് 2 ഷെയ്ഡിലുണ്ട്, ബ്രൗണും ബ്ലാക്കും. അപ്പോൾ ഈ 2 ഷെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. പിന്നെ 2 ആപ്ലിക്കേറ്ററും ഉണ്ട്. ഒന്ന് അതിൻ്റെയോടൊപ്പം തന്നെ കിട്ടുന്ന ഒരു ആപ്ലിക്കേറ്ററാണ് ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മസ്കാരയുടെ സ്പൂലി ആപ്ലിക്കേറ്റർ ഉണ്ടല്ലോ, അത് സ്പൂലിയായിട്ട് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജെൽ ഐലൈനർ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത്ര നല്ല പ്രൊഡക്റ്റൊന്നും അല്ല, നല്ല ഓക്കെയാണ്. അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ ആ ഒരു ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ആ ഒരു ഐബ്രോസ് ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. താഴെ വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് പോലെ, നമുക്കറിയാമല്ലോ നമ്മുടെ ആ ഒരു ഐബ്രോസിൻ്റെ താഴെ വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിലും മുകൾ ഭാഗം വന്നിട്ട് ഇങ്ങനെ ഒരു ആംഗിൾ ഷേപ്പിൽ ഇങ്ങനെ നേരെ വന്നിട്ട് ഒന്ന് പൊങ്ങിയിട്ട് ഒന്ന് താഴോട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഷേപ്പാണ്. ആ ഒരു ഷേപ്പിൽ ഞാൻ എൻ്റെ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് കുറച്ച് നമ്മളൊരു കയ്യിലോട്ടൊന്ന് തട്ടി എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ പ്രൊഡക്റ്റ് ഒരുപാടായിട്ട് വളരെ ആർട്ടിഫിഷ്യൽ ലുക്കായിരിക്കും. അപ്പോൾ ഞാനത് ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ അധികം പ്രൊഡക്റ്റ് എടുക്കുന്നില്ല, കുറച്ച് മാത്രം പ്രൊഡക്റ്റ് ആ ഒരു ബ്രഷിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാച്ചുറലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ഫസ്റ്റ് പോർഷനിൽ ആ ഹെയർ ഇല്ലാത്ത ഭാഗത്തുമൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു അത്ര നന്നായിട്ട് നമുക്ക് ആ ഒരു നല്ലതായിട്ട് ആ ഒരു ഐബ്രോസ് കിട്ടും. ഇനി ഫൈനലായിട്ട് വന്നിട്ട് നമ്മൾ ആ ഒരു സ്പൂലി ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്, കോംബ് ചെയ്യുന്നുണ്ട്. കോംബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് നമുക്ക് ആ ഒരു ഐബ്രോസിന് കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത ഐബ്രോസിൽ വന്നിട്ട് നമ്മൾ ആ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 2 ഷെയ്ഡും ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ, എനിക്ക് കുറച്ചും കൂടെ പ്രിഫർ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. എനിക്ക് കുറച്ചും കൂടെ കളർ വന്നിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് ബ്രൗൺ ആണെങ്കിൽ കുറച്ചും കൂടെ അതിനേക്കാളും കുറച്ചും കൂടെ നാച്ചുറൽ ഫിനിഷ് കിട്ടും. അപ്പോൾ 2 ഒരേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഫൈനലായിട്ട് നമ്മുടെ ആ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, സ്കിപ്പ് ചെയ്യാം, ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു എല്ലഗാളിൻ്റെ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് നമ്മൾ ആ ഒരു ഐബ്രോസിന് ചുറ്റും ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ വരച്ചിട്ട് നമ്മുടെ ആ ഒരു കൈ കൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വളരെ ക്വിക്കായിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതിയാവും. പിന്നെ ഫൈനലായിട്ട് വന്നിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് ഹെയർ ഒന്നൊന്ന് വിടർത്തി കൊടുക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.